ഇപ്പോൾ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐക്യത്തെ ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നത് കാണുന്നത് എന്ന് പരസ്യമായിട്ട് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. അത് പറയണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് നാളെ വരും എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധിയോടും കോൺഗ്രസ് നേതൃത്വത്തോടും ഇന്നത്തെ പരിതസ്ഥിതിയിൽ ചോദിക്കാനുള്ളത്. മറ്റൊരു കാര്യം, സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ അപൂർവമായൊരു സംഭവമായിട്ട് ഇന്നലെ ഇവിടെ ഫലപ്രദമായിട്ട് സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. അവർ തന്നെ നാനാ തുറകളിൽപ്പെട്ട സാഹിത്യകാരന്മാരും എഴുത്തുകാരുമെല്ലാം സ്വരാജിൻ്റെ വിജയത്തിനു വേണ്ടി വളരെ ശക്തിയായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചിദാനന്ദനെ പോലെയുള്ള ഏറ്റവും പ്രമുഖരായ എഴുത്തുകാർ എനിക്ക് നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എം സ്വരാജിന് വോട്ട് ചെയ്യുമായിരുന്നുവെന്നും അതിനെ തുടർന്ന് നിരവധി സാഹിത്യകാരന്മാർ, കലാകാരന്മാർ ആ കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്യുകയുണ്ടായി. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കഥാകൃത്ത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് ഒന്നേ ഉള്ളൂ ഒരു ഉത്തരം. അത് ഏറ്റവും പ്രമുഖനായ കഥയുടെ കുലപതി എന്നറിയപ്പെടുന്ന ശ്രീ ടി പത്മനാഭനാണ്. ഞങ്ങളെല്ലാം പപ്പാട്ടൻ എന്ന് വിളിക്കുന്ന ടി പത്മനാഭൻ. ടി പത്മനാഭൻ കഥകളെ ഇത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായിട്ട് സാഹിത്യത്തെ സ്നേഹിക്കുന്ന, സാഹിത്യ രചനയിൽ തന്നെ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള സ്വരാജിനെ അദ്ദേഹം പറഞ്ഞു എൻ്റെ സ്വന്തം സ്വരാജാണ്. എം മോഹനെ പോലെ ഒരു സാഹിത്യകാരനെയും കലാകാരനെയും നമുക്ക് താരതമ്യം ചെയ്യാനില്ല ഇപ്പോഴും മലയാളത്തിൽ, നോവൽ സാഹിത്യ മേഖലയിൽ പ്രത്യേകിച്ച്. തുറന്നെഴുത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നത്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ സ്വന്തം സ്വരാജ് എന്നാണ്. ഞാൻ ഇനി കൂടുതൽ പേര് പറയുന്നത് 2 പേര് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇവിടെ ഇന്നലെ ആ സംഗമത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് സാഹിത്യകാരന്മാരും കലാകാരന്മാരും സ്വരാജിനെ നെഞ്ചേറ്റുന്ന നിലയാണ് സ്വീകരിച്ചത്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്കാലത്തെയും ഈ കേരളം ആദരിക്കുന്ന കലാകാരി, സിനിമ, നാടക മേഖലയിലുള്ള പ്രഗത്ഭ വ്യക്തിത്വം. എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കോൺഗ്രസിനോട് ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ LDF-നുള്ള പിന്തുണയെ പറ്റിയുമാണ് അദ്ദേഹം പറഞ്ഞത്.